നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഭക്തി പ്രാർത്ഥന എന്ന ദശകം, മൂന്നാമത്തെ ദശകമായ ഭക്തി പ്രാർത്ഥനയിൽ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. ഇന്നത്തെ ഈ മൂന്നാം ദശകം ഭക്തി പ്രാർത്ഥന ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നുപാത്മകൽപേ ത്വമിത്തമുത്ഥായ പദ്മയോനിഃ അനന്തഭൂമാമവരോഗരാശിം നിരുന്ദിവാതാലയവാസ വിഷ്ണു. ഭഗവാനെ, ബ്രഹ്മാവിനെ നീ എങ്ങനെയാണോ സഹായിച്ചു കൊടുത്തത് അതുപോലെ എന്നെയും ഒന്ന് രക്ഷിച്ചു തരണമേ ഭഗവാനെ, ഈ അസുഖത്തിൽ നിന്നൊക്കെ. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി തരണമേ എന്ന് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് സിന്ധോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഃ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാഃ ചരന്തോ യേ ഭക്താ സ്ത്വയി ഖലു രമന്തെ പരമമുന് അഹം ധന്യാൻ മന്യേ സമതിഗത സർവാഭിലഷിതാൻ. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസവരേ അനാസക്തം ചിത്തം ഭവതി ബല വിഷ്ണോഃ കുരുദയാം. യദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസവരേവി യദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസവരേവി അനാസക്തം ചിത്തം ഭവതി ബല വിഷ്ണോഃ കുരുദയാം. ഭവത്പാദാംബോജസ്മരണ രസികോ നാമനിഹ നഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. യദക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസവരേവി അനാസക്തം ചിത്തം ഭവതി ബല വിഷ്ണോ കുരുദയാം. ഭവത്പാദാംബോജ സ്മരണ രസിക നാമാനിവഹാന അഹം ഗായം ഗായം കുഹജന വിവത്സ്യാമി വിജനേ. കൃപാതേ ജാതാ ചേത് കിമവ നഹി ലഭ്യം തനുഭൂതാം. കൃപാതേ ജാതാ ചേത് കിമവ നഹി ലഭ്യം തനുവൃഥാം. മദീയ ക്ലേശോക പ്രശമന ദശാ നാമ കീയത്തെ. ന കേ ലോകേ അസ്മിൻ അനിശം ഐ ശോക അഭിരഹിതാഃ ഭവദ്ഭക്താഃ മുക്താഃ സുഖഗതിം അസക്താഃ വിദദതേ. മുനിപ്രൗഢ മൂഢ ജഗദ്ഗൂഢാത്മഗതയഃ ഭവത്പാദ അംബോജ സ്മരണ വിരുജഃ നാരദമുഖാഃ. ചരന്തീശ സ്വൈരം സദത പരി നിർബാധ പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിമപരം. മുനിപ്രൗഢ മൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയഃ ഭവത്പാദ അംബോജ സ്മരണ വിരുജഃ നാരദമുഖാഃ. ചരന്തീശ സ്വൈരം സദത പരിനിർബധ പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാഃ കിം അപരം. ഭവദ്ഭക്തിസ്മീതാ ഭവതു മമ സാ ഏവ പ്രശമയേത് അശേഷ ക്ലേശോഖം ന ഖലു കൃതി സന്ദേഹഗണികാ. ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈഗമവചഃ ഭവേത് മിഥ്യാ തഥ്യാ പുരുഷവചന പ്രായം അഖിലം. ഭവദ്ഭക്തിസ്മീതാ ഭവതു മമ സാ ഏവ പ്രശമയേത് അശേഷ ക്ലേശോഖം ന ഖലു ഹൃദി സന്ദേഹഗണികാ. ന ചേത് വ്യാസസ്യ ഉക്തിഃ തവ ച വചനം നൈകമവചഃ ഭവേത് മിഥ്യാ പുരുഷവചന പ്രായമഖിലം. ഭട്ടതിരിപ്പാട് ഓരോന്ന് പറയുമ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോ വരിയിലും പറയുന്നത് എന്റെ ഈ രോഗത്തിൽ നിന്ന് മാറ്റി തരണേ വാലാലേശ എന്ന് പറയുന്നു. പക്ഷെ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ
ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ സൂക്കേടെ പറ്റി പറയുന്നു. നമുക്ക് എന്താ ഇല്ലാത്തത്? നമുക്കെല്ലാം തന്നിട്ടില്ലല്ലോ ഭഗവാൻ. എന്തെങ്കിലും ഒന്ന് നമുക്ക് തരാതെ ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒന്ന് തരാതിരിക്കാൻ കാരണം നമ്മൾ ഭഗവാനെ മറന്നു പോകുമെന്ന് ഭഗവാൻ അറിയാം. നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് എപ്പോഴും നമുക്ക് ആശിക്കാൻ വകയായിട്ടും എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് നമുക്ക് തരത്തില്ല ഭഗവാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നാരായണ ഭട്ടതിരിപ്പാട് സുഖമില്ലാത്തത് കൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ സുഖമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തവരുണ്ടാവും. അതിനെപ്പറ്റിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. അത് നിഷ്കാമമായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുക. അതായത് ഫലം ഇച്ഛിക്കാതെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുക. പക്ഷെ ഇതില് എല്ലാ ശ്ലോകങ്ങളിലും എന്നെ രക്ഷിക്കണമേ ഭഗവാനെ, എന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിത്തരയണമേ ഭഗവാനെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതാണ് ഈ നാരായണത്തിന്റെ പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ 1585 രചിച്ച ഇത് 16ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും വളരെ വളരെ പ്രചാരത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഭാഗവത ഗ്രന്ഥത്തിന്റെ ഒരു സംക്ഷിപ്തമാണെന്നും പറയാം. പിന്നെ നമ്മള് 6ാമത്തെ ശ്ലോകം വായിക്കാം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത് കിമപ്യാരൂഢ ചേതകില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധയമിളത് മഹാനന്ദാദ്വൈതം ദിശത് കിമതഃ പ്രാർത്ഥ്യമപരം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢ ചേതകില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധയിളമിളത്ത് മഹാനന്ദാത്മാ ദ്വൈതം മഹാനന്ദ അദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. ഭവത് ഭക്തി താവത് പ്രമുഖ മധുര തദ്ഗുണരസാത്. ഭവത് ഭക്തി താവത് പ്രമുഖ മധുര തദ്ഗുണരസാത്. ഇതിനെ ഇങ്ങനെ പിരിച്ച് പറയുമ്പോൾ ചേർത്ത് പറയുമ്പോൾ ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര തദ്ഗുണരസാത് എന്ന് നമ്മൾ പറയും. അടുത്തത് കിമപി ആരൂഢ ചേത് അഖില പരിതാപ പ്രശമനി. കിമപി ആരൂഢ ചേത് അഖില പരിതാപ പ്രശമനി. അപ്പൊ ചേർത്ത് വായിക്കുമ്പോ കിമപ്യാരൂഢ ചേതഖില പരിതാപ പ്രശമനി എന്നാണ് പുസ്തകത്തിൽ കാണുക. അടുത്തത് പുനഃ ച അന്തേ സ്വാന്തേ വിമല പരിബോധ ഉദയമിളത്. പുനഃ ച അന്തേ സ്വാന്തേ വിമല പരിബോധ ഉദയമിളത്. സ്വാന്തേ വിമല പരിബോധയമിളത് മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. ഭവത് ഭക്തി താവത് പ്രമുഖ മധുര തദ്ഗുണ രസാത്. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര തദ്ഗുണ രസാത് കിമപ്യാരൂഢ ചേതകില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധമിളയത്. പുനഃ ചാന്തേ സ്വാന്തേ വിമല പരിബോധ ഉദയമിളയത്. പുനഃ ചാന്തേ സ്വാന്തേ വിമല പരിബോധ ഉദയമിളത് മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അധഃ പ്രാർത്ഥ്യം അപരം. മഹാനന്ദാദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. ചേർത്ത് സെപ്പറേറ്റ് ആയിട്ട് വായിക്കുമ്പോൾ ഭവത് ഭക്തി താവത് പ്രമുഖ മധുര ത്വദ്ഗുണ രസാത് കിമപി ആരൂഢ ചേത് അഖില പരിതാപ പ്രശമനീ പുനഃ ചാന്തേ സ്വാന്തേ വിമല പരിബോധ ഉദയമിളത് മഹാ ആനന്ദ അദ്വൈതം ദിശതി കിം അധഃ പ്രാർത്ഥ്യം അപരം. അപ്പൊ ഇത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വരും? ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുര ത്വദ്ഗുണരസാത് കിമപ്യാരൂഢ ചേതകില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധയമിളത് മഹാനന്ദദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യം അപരം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വായിക്കാം. 6ാമത്തെ ശ്ലോകമാണല്ലോ നമ്മൾ വായിക്കുന്നത്. 6ാമത്തെ ശ്ലോകത്തില് നമ്മൾ വായിച്ചത് കിമപി 6ാമത്തെ ശ്ലോകം നമ്മൾ വായിച്ചത് ഭവത് ഭക്തി സ്ഥാവത് പ്രമുഖ മുദ്ര ഗുണരസാത് എന്നല്ലേ. അത് നമ്മളിപ്പോ അതിന്റെ വിവരം വായിക്കാം. അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം.
ഒരു മിനിറ്റ് സെക്കൻഡ്. ഇപ്പൊ നമുക്ക് നോക്കിക്കളയാം അർത്ഥം എന്താണെന്ന്. ഭവദ്ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേതകില പരിതാപ പ്രശമനി പുരശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധയ മിലത് മഹാനന്ദദ്വൈതം ദിശതി കിമതഃ പ്രാർത്ഥ്യമപരം. നിൻ തിരുവടിയിലുള്ള ഭക്തി ആവട്ടെ അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന രാസസമൃദ്ധിയില് നിൻ തിരുവടിയിലുള്ള ഭക്തി ആവട്ടെ അങ്ങയുടെ ഗുണങ്ങളെ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസസമൃദ്ധിയില് ആരംഭത്തില് മന്ദരമായിരിക്കുന്നതും മദ്ഭൂരമായിരിക്കുന്നതും അല്പം വർദ്ധിച്ചാല് സർവോത്കർഷമായി സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതും പിന്നീട് പരിണാമത്തിൽ ഹൃദയത്തിൽ അതിനിർമ്മലമായ ജ്ഞാനോദയത്തോടു കൂടിയ പരമാനന്ദത്തിൽ നിന്നും അഭേദമായ അവസ്ഥയെ നൽകുന്നതുമാകുന്നു. ഇതിന്മേൽ വേറെ പ്രാർത്ഥിക്കത്തക്കത് എന്താണ്? നിൻ തരുവടിയുള്ള ഭക്തിയാകട്ടെ അങ്ങയുടെ ഗുണഗണങ്ങളെ കേൾക്കുകയും നിൻ തരുവടിയുള്ള ഭക്തിയാകട്ടെ അങ്ങയുടെ ഗുണഗണങ്ങളെ കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രാസസമൃദ്ധിയില് ആരംഭത്തിൽ മദ്ഭരമായിരിക്കുന്നതും അല്പം വർദ്ധിച്ചാല് സർവോത്കർഷമായി സകല സന്താപങ്ങളെയും നശിപ്പിക്കുന്നതും പിന്നീട് പരിണാമത്തിൽ ഹൃദയത്തിൽ അതിനിർമ്മലമായ ജ്ഞാനോദയത്തോടു കൂടിയ പരമാനന്ദത്തിൽ നിന്നും അഭേദമായ അവസ്ഥയെ നൽകുന്നതും ആകുന്നു. ഇതിനുമേൽ വേറെ പ്രാർത്ഥിക്കാൻ എന്താണ്? സംസ്കൃതം വളരെ കട്ടിയായ ഒരു ലാംഗ്വേജ് ആണ്. അതിന്റെ പാണിനിയുടെ ഗ്രാമറും വളരെ കട്ടിയാണ്. പക്ഷെ ധാരാളം അർത്ഥമാണ്. അത് ഒരു ചെറിയ ശ്ലോകങ്ങളിൽ കൂടി എന്തൊക്കെയാണ് പട്ടതിരി പറയുന്നത് നമുക്ക് ആലോചിക്കാം. 7ാമത്തെ ശ്ലോകം. വിദൂയ ക്ലേശാൻമേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തോ കർമ്മവിജതേ പൂജനവിദോ വന്മർത്യാലോകേ നയനമദതേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമവിതേ ചാരുചരിതേ ഭവദ്ഭക്തി താവത് ഭവത്ക്ലേ വിദൂയ ക്ലേശാത്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തോ കർമ്മവിജതേ പൂജനവിദോ ഭവന്മർത്യാലോകേ നയനമദതേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമവിതേ ചാരുചരിതേ. വിദൂയ ക്ലേശാത്മേ കുരുചരണയുഗ്മം ധൃതരസം എന്നാണ് ശ്ലോകത്തിലുള്ളത്. അത് പിരിക്കുമ്പോൾ വിദൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം. വായിക്കുമ്പോൾ വിദൂയ ക്ലേശാത്മേ കുരു ചരണയുഗ്മം ധൃതരസം എന്ന് വരും. ഭവത് ക്ഷേത്ര പ്രാപ്തവും കരം അപി ച തേ പൂജന വിധവും. ഭവക്ഷേത്ര പ്രാപ്തവും കരം അപി ച തേ പൂജന വിധവും എന്ന് ചേർത്ത് വരും. ഭവത് മൂർത്തി ആലോകേ നയനം അതതേ പാദ തുളസി. ഭവത് മർത്യാലോകേ നയനം അതതേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. 7ാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വിദൂയ ക്ലേശാത്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തോ കർമ്മവിജതേ പൂജനവിദോ ഭവന്മർത്യാലോകേ നയനമദതേ പാദ തുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്റെ ദുഃഖങ്ങളെ അകറ്റി കാലിണയെ നിന്തരുടിയുടെ ക്ഷേത്രത്തിൽ എത്തുന്നതിലും കൈകളെ അങ്ങയുടെ അർച്ചനാവിധിയിലും അതുപോലെ നേത്രങ്ങളെ അങ്ങയുടെ മോഹന വിഗ്രഹത്തെ ദർശിക്കുന്നതിലും നാസികയെ അവിടത്തെ തൃപ്പാദങ്ങളിൽ അർച്ചിക്കപ്പെടുന്ന തുളസി പരിമളത്തെ അഗ്രഹണം ചെയ്യുന്നതിലും ചെവിയെ നിന്തരുവിടിയുടെ ദിവ്യ ചരിത്രത്തിലും കൗതുകത്തോടു കൂടിയതാക്കി ചെയ്യണമേ എന്റെ ഭഗവാനെ. അങ്ങയുടെ ഓരോ അവയവവും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. എന്റെ ദുഃഖങ്ങളെ അകറ്റണം. എന്റെ ദുഃഖങ്ങളെ അകറ്റി എന്റെ കാലിണയെ, എന്റെ 2 കാലുകളും
നിന്തരുടെ ക്ഷേത്രത്തിൽ എത്തുന്നതും. എന്റെ കാലുകൾ എപ്പോഴും നിന്തരുടെ ക്ഷേത്രത്തിൽ എത്താൻ മാത്രം നോക്കണം. കൈകളോ അങ്ങയുടെ അർച്ചനാവിധിയിലായിരിക്കണം. അതുപോലെ കണ്ണുകളോ അങ്ങയുടെ മോഹന വിഗ്രഹത്തെ ദർശിക്കുന്നതിലുമായിരിക്കണം. നാസികയോ അവിടുത്തെ തൃപ്പാദങ്ങളിൽ അർച്ചിക്കപ്പെടുന്ന തുളസി പരിമളത്തെ അഗ്രഹണം ചെയ്യുന്നതായിരിക്കണം. അങ്ങയുടെ തൃപ്പാദത്തിൽ അർച്ചിക്കപ്പെടുന്ന തുളസി ദളങ്ങളുടെ അഗ്രഹണം ചെയ്യുന്നതായിരിക്കണം മൂക്ക്, നാക്ക് എന്ന് പറയുന്നത്. ചെവിയോ നിന്തരുവഴിയുടെ ദിവ്യ ചരിത്രത്തിലും കൗതുകത്തോടു കൂടിയതാക്കിയിരിക്കണമേ. ചെവി വന്നിട്ട് നിന്തരുവഴിയെ പറ്റി ആരെന്ത് പറഞ്ഞാലും അത് കൗതുകത്തോടെ കേൾക്കുന്ന ജോലി മാത്രം ചെവി നിർവഹിക്കണമേ. എന്തൊക്കെയാണ് കണ്ണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാല് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കൈകൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നാക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മൂക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. വിദൂയക്ലേശാത്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്ര പ്രാപ്തോ കർമ്മപിജത്തെ പൂജനവിദോ ഭവന്മർത്യാലോകേ നയനമദത്തെ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമപിതേ ചാരുചരിതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി 8ാമത്തെ ശ്ലോകം. പ്രബുധാദിവ്യാദിപ്രസവചലിതേ മാമകഹൃദി ത്വദൂയം തദ്രൂപം പരമസുഖഛിദ്രൂപമുദീയാത് ഉദച്ഛദ്രോ മഞ്ജോ ഗളിതബഹുഹർഷാസു നിവാഹോ യഥാ വിസ്മരാസ്യം ദുരുപശമപീഡാപരിഭവാൻ. പ്രബുധാദിവ്യാദിപ്രസവചലിതേ മാമകഹൃദി തൃതീയം തദ്രൂപം പരമസുഖഛിദ്രമുദീയാത് ഉദഞ്ജോ ഗളിതബഹുഹർഷാശ്രുണിവഹോ യഥാ വിസ്മരാസ്യം ദുരുപശമപീഡാപരിഭവാൻ. പ്രബുധാദി വ്യാധി പ്രസവചലിതേ മാമകഹൃതി. ഇത് പിരിച്ചു പറയുമ്പോ പ്രബുധ ആദി വ്യാധി പ്രസവ ചലിതേ മാമകഹൃതി. പ്രബുധാദി വ്യാധി പ്രസവചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമസുഖ ചിത്രമുദിയാത് എന്ന ശ്ലോകത്തിൽ പറയുമ്പോൾ ത്വദീയം തത് രൂപം പരമസുഖം ചിത്രൂപം ഉദിയാത്. പ്രബുധ ത്വദീയം തദ്രൂപം പരമസുഖ ചിത്രൂപം ഉദിയാത് എന്ന് തിരിച്ചു വായിക്കാം. ഉദഞ്ച രോമാഞ്ച ഗളിത ബഹുഹർഷ അശ്രുനിവഹ. വായിക്കുമ്പോൾ ഇങ്ങനെ ഉദഞ്ച രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രുനിവഹോ. ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാ വരുന്നത്. ഉദഞ്ച രോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്രുനിവഹോ എന്ന് പറയുമ്പോൾ അതിനെ പിരിച്ചു പറയുമ്പോഴോ ഉദഞ്ച രോമാഞ്ചക ഗളിത ബഹു ഹർഷ അശ്രു നിവഹ യഥാ വിസ്മരാസ്യം ദുരുപശമ പീഡാപരിഭവാൻ. യഥാ വിസ്മരാസ്യം ദുരുപശമ പീഡാ പരിഭവാൻ എന്ന് പിരിച്ച് നമുക്ക് വായിക്കാം. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് നമുക്ക് വായിക്കാം. പ്രബുധാദിവ്യാധി പ്രസവചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമസുഖ ചിത്രൂപമുദിയാത് ഉദഞ്ജത്രോമാഞ്ചോ ഗലിത ബഹു ഹർഷാസുരനിവഹോ യഥാ വിസ്മരാസ്യം ദുരുപശമ പീഡാപരിഭവാൻ. ഞാൻ കോൾമേർ കൊള്ളുന്നവനായി പൊഴിയുന്ന സന്തോഷ ബാഷ്പധാരകൾ അണിഞ്ഞ് ശമിപ്പിക്കുവാൻ സാധിക്കാത്ത രോഗപീഠകളെ യാതൊരു വിധത്തിൽ തീരെ മറക്കുമോ? ആ വിധത്തിൽ അധികരിച്ച ആദികളാലും വ്യാധികളാലും വ്യാകുലപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ പരമാനന്ദ രസസ്വരൂപമായ അങ്ങയുടെ ദിവ്യരൂപം പ്രകാശിക്കണമേ. ഞാൻ കോൾമയിൽ കൊള്ളുന്നവനായി പൊഴിയുന്ന സന്തോഷ ബാഷ്പധാരകൾ അണിഞ്ഞ് ശമിപ്പിക്കുവാൻ സാധിക്കാത്ത രോഗപീഠകളെ യാതൊരു വിധത്തിൽ തീരെ മറക്കുമോ? ആ വിധത്തിൽ അധികരിച്ച ആദികളാലും വ്യാധികളാലും വ്യാകുലപ്പെട്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ പരമാനന്ദ രസസ്വരൂപമായ അങ്ങയുടെ ആ ദിവ്യരൂപം പ്രകാശിക്കണമേ എന്നാണ് നാരായണ ഭട്ടതിരിപ്പാട് ഈ ശ്ലോകങ്ങളിൽ കൂടി ഉണ്ണികൃഷ്ണൻ രൂപത്തിൽ പറയാം, ഗുരുവായൂരപ്പനടുത്ത് പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകം വായിക്കാം. 9ാമത്തെ ശ്ലോകം. മലിർഗേഹാദീശ ത്വയികലു പരാഞ്ചോപി സുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേച കിമിതം കീർത്തിസ്തേ മാബു ദ്വരതഃ ഗതഭാരം പ്രശമയന് ഭവത് ഭക്തോ തംസം ക്ഷടിതി കുർമാം കംസദമന. മലിർഗേഹാദീശ ത്വയികലു പരാഞ്ചോപി സുഖിനോ ഭവത് ഭക്തി സ്നേഹി സോഹം സുബഹു പരിതാപ്യേച കിമിതം അകീർത്തിസ്തേ മാബുഹു ധ്വരത
ഘടഭാരം പ്രശമയന് ഭവദ്ഭക്തോത്തംസം ഛടിതി ഗുരു മാം കംസദമന മരുദ്ഗേഹാദേശത്വയികരു പരാഞ്ജോഭിസുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേജ കിമിതം അകീർത്തിസ്തേ മാബു ജ്വരത ഘടഭാരം പ്രശമയന് ഭവദ്ഭക്തോത്തംസം ഛടിതി ഗുരു മാം കംസദമന മരുദ്ഗേഹാദീശ ത്വയികരു പരാഞ്ജോഭിസുഖിനോ പിരിച്ചു പറയുമ്പോൾ മരുദ്ഗേഹാദീശ ത്വയി ഗലു പരാഞ്ജഹ അഭി സുഖിനഃ ഭവത് സ്നേഹി സോഹം സുബഹു പരിതേപ്യേച കിമിതം. അത് പിരിക്കുമ്പോൾ ഭവത് സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേച കിം ഇതം. ഭവത് സ്നേഹി സഹ അഹം സുബഹു പരിതപ്യേച കിം ഇതം. അകീർത്തിഹി തേ മാ അഭൂത് വരദ ഗതഭാരം പ്രശമയന്. അകീർത്തിസ്തേ മാവു ദ്വരദ ഗതഭാരം പ്രശമയന്. അകീർത്തിഹി തേ മാ അഭൂത് വരദ ഗതഭാരം പ്രശമയൻ. ഭവത് ഭക്ത ഉത്തംസം ജഡിതി ഗുരു മാം കംസദമന. ഭവത് ഭക്ത ഉത്തംസം ജഡിതി ഗുരു മാം കംസദമന. മരുദ്ഗേഹാദേശത്വയികല് പരാഞ്ചാഭി സുഖിനഃ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേച കിമിതം. അകീർത്തിഹി തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയന്. ഭവത് ഭക്ത ഉത്തംസം ജഡിതി ഗുരു മാം കംസദമന. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വായിക്കാം. ഗുരുവായൂർ ഉപദേശ ഭഗവാനെ, അങ്ങയിൽ വിമുഖരായിരിക്കുന്നവർ പോലും സുഖികളായിട്ടാണല്ലോ കാണപ്പെടുന്നത്. അങ്ങേര് വിശ്വാസമില്ലാത്തവരും അങ്ങേരെ വിശ്വസിക്കാത്തവരും അങ്ങേരെ ഒന്ന് ദർശിക്കാൻ കഴിയാത്തവരും ദൂരദിക്കിൽ ഇരിക്കുന്നവർ പോലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേര് പ്രേമത്തോടു കൂടിയ അങ്ങനെയുള്ള ഞാൻ വളരെയധികം ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇതെന്തുകൊണ്ടാണ്? അഭീഷ്ടങ്ങളെല്ലാം നൽകുന്ന കംസാന്തക, അവിടത്തേക്ക് ദുഷ്കീർത്തി സംഭവിക്കരുതേ. ദൈന്യങ്ങളെല്ലാം തീരെ നശിപ്പിച്ച് വേഗത്തിൽ എന്നെ നിൻതരുവിടിന് ഭക്ത ശിഖാമണി ആക്കി തീർത്ത് അരുളിയാലും. പട്ടതിരിപ്പാട് പറയാണ്, നിന്നോട് ഭക്തിയില്ലാത്ത, നിന്നെ ഇവിടെ കാണാൻ പോലും വരാത്ത പലരും ദൂരദിക്കുകളിൽ എന്തോ സുഖമായിട്ടാണ് കഴിയുന്നത്. പക്ഷെ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അങ്ങയിൽ ഇത്ര പ്രേമത്തോടു കൂടി ഇരിക്കുന്ന ഞാൻ, അങ്ങയെ ഇത്രത്തോളം പ്രാർത്ഥിക്കുന്ന ഞാൻ എന്തുകൊണ്ടാണ് വളരെയധികം ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത്? ഇത് എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പ? ഇതെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്റെ ഗുരുവായൂരപ്പ, ഞാൻ കഷ്ടപ്പെടുന്നു. നിന്റെ അടുത്ത് വന്നിട്ട് നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കഷ്ടപ്പെടുന്നു. നിന്നെ പ്രാർത്ഥിക്കാതെ ദൂരെ നിൽക്കുന്നവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഇത് എന്ത് ന്യായമാണ് എന്റെ ഭഗവാനെ? ദൈന്യങ്ങളെല്ലാം തീരെ നശിപ്പിച്ച് അങ്ങനെ ദുഷ്കീർത്തി ഉണ്ടാക്കരുതേ. അങ്ങനെ നിനക്കൊരു ദുഷ്കീർത്തി സംഭവിക്കാൻ പാടില്ല. ദൈന്യങ്ങളെല്ലാം തീരെ നശിപ്പിച്ച് വേഗത്തിൽ എന്നെ നിൻ തിരുവടിയുടെ ഭക്തശിഖാമണിയാക്കി തീർക്കണമേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് നാരായണഭട്ടൻ ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഹിമുക്തൈഹി, 10ാമത്തെ ശ്ലോകം. ഹിമുക്തൈഹി ഭൂയോഭിസ്തവഹി കരുണ യാവതുദീയാത് അഹം താവത്തേവ പ്രഹിത വിവിധാർത്ഥ പ്രളപിതഃ പുനഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാന് യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയന്. കിമുക്തൈർഭൂയോഭിസ്തവഹി കരുണ യാവതുദീയാഹത് അഹം താവദ്ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ പുരക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാന് യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയന്. കിമുക്തൈർഭൂയോഭിസ്തവഹി കരുണ യാവതുദീയ ചേർത്ത് വരുന്നു. അത് സെപ്പറേറ്റ് ആയിട്ട് വായിക്കുമ്പോൾ കിം ഉക്തൈഹി ഭൂയഃ അഭിഹി തവഹി കരുണ യാവത് ഉദീയാത്. ഇങ്ങനെയാണ് സെപ്പറേറ്റ് ആക്കുന്നത്. അപ്പൊ അത് ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെ വരും? കിമുക്തൈർഭൂയോഭിസ്തവഹി കരുണ യാവതുദീയ എന്ന് വരും. അടുത്തത് അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രളപിതഃ. അഹം താവത് ദേവ പ്രഹിത വിവിധ ആർത്ത പ്രളപിതഃ. ചേർത്ത് വായിക്കുമ്പോഴോ അഹം താവത് ദേവ പ്രഹിത വിവിധാർത്ഥ പ്രലപിതഃ എന്ന് വരും. അടുത്തത് പുനഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാന്. പുനഃ ക്ലിപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാന്. ഈ വരി
പാതേ വരദ തവ നേഷ്യാമി ദിവസാൻ യഥാ ശക്തി വ്യക്തം നതി നുതി നിഷേവാ വിരജയൻ. യഥാ ശക്തി വ്യക്തം നതി നുതി നിഷേവാ വിരജയൻ. അപ്പൊ ഈ ശ്ലോകം ചേർത്ത് വായിക്കുന്നത് എങ്ങനെയാണ്? ോഭിസ്തവഹി കരുണ യാവതുദീയാതെ അഹം താവദേവ പ്രഹിത വിവിധാർത്ഥ പ്രവിതഃ പുനഃ കൃപ്തേ പാദേ വരദ തവ നേഷ്യാമി ദിവസാന് യഥാ ശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയൻ. ഇതാണ് 10ാമത്തെ ശ്ലോകം. കിം ഉക്തൈഹി ഭൂയഃ അഭി തവഹി കരുണ യാവതുദീയാത് അഹം താവത് വരദഃ തവ നേഷ്യാമി ദിവസാന് യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരചയന്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സർവാഭിഷ്ടപ്രധാനായ മഹാപ്രഭു, അങ്ങയുടെ കാരുണ്യം എപ്പോൾ ഉണ്ടാവുമോ അതുവരെ നിശ്ചയമായും ഞാൻ ഉപേക്ഷിക്കപ്പെട്ട പലവിധത്തിലുള്ള ആർത്തരോദനത്തോടു കൂടിയവനായിട്ട് എന്റെ മുമ്പിൽ സങ്കല്പിതമായിരിക്കുന്ന നിത്യരുടെ തൃപ്പാദത്തിൽ ശക്തിക്കനുസരിച്ച് സ്പഷ്ടമായ നമസ്കാരം ചെയ്യും. സ്തുതി, പൂജ എന്നിവയെ കൊണ്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ദിവസങ്ങളെ കഴിച്ചു കൂട്ടിക്കൊള്ളാം. അതായത് സങ്കടത്തിൽ പറയുകയാണ് നമ്മുടെ ഭട്ടതിരിപ്പാട്. വളരെ സങ്കടത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പറയുന്നത്, എന്റെ ഗുരുവായൂരപ്പ, ഞാനിങ്ങനെ വീണ്ടും 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 പറയുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? സർവാഭിഷ്ടപ്രദനായ ഹേ പ്രഭു, അങ്ങയുടെ കാര്യം എപ്പോൾ എനിക്ക് ഉണ്ടാവുമോ അതുവരെ നിശ്ചയമായി ഞാൻ ഉപേക്ഷിക്കപ്പെട്ട പല വിധത്തിലുള്ള ആർത്തരോദനത്തോടു കൂടിയവനായിട്ട് എന്റെ മുമ്പിൽ സങ്കല്പിതമായിരിക്കുന്ന നിൻ തിരുവടിയുടെ തൃപ്പാദത്തിൽ ശക്തിക്കനുസരിച്ച് സ്പഷ്ടമായി നമസ്കാരം, സ്തുതി, പൂജ എന്നിവയെ ചെയ്തുകൊണ്ട് ദിവസങ്ങളെ കഴിച്ചു കൂട്ടിക്കൊള്ളാം എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. അസ്മിൻ പരാത്മ പദ്മയോനി അനന്തഭൂമാമരോഗര. ഓം നമോ ഭഗവതേ വാസുദേവായ.